ഇറാന്റെ കൈകൊണ്ട് അന്ത്യം സംഭവിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാത്തിരിക്കുന്നത് ഇത്തരമൊരു മരണാനന്തര ബഹുമതിയോ? ഖമേനിയേക്കാൾ മോശമായ അന്ത്യം സമ്മാനിക്കും. ട്രംപിന്റെ തലയ്ക്ക് $10 ദശലക്ഷം ഇനാം പ്രഖ്യാപിച്ച് ഇറാഖി സായുധ സംഘത്തിന്റെ ഭീഷണി പുറത്തു വന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പുകയുന്ന അവസരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വധിക്കുന്നവർക്ക് $10 ദശലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാഖിലെ സായുധ സംഘം രംഗത്ത്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന സംഘടനയാണ് ഇത്തരമൊരു വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNAയും റഷ്യൻ മാധ്യമമായ RTയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ISISനെതിരായ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരെ കുറിച്ച് ട്രംപ് അപകീർത്തികരവും കുറ്റകരവുമായ പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകളാണ് കടുത്ത തീരുമാനത്തിലേക്ക് സംഘടനയെ നയിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ നേതാക്കളെ അപമാനിച്ചതിനെതിരെയാണ് ഇത്തരമൊരു പ്രതികാര നടപടിയെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ ഭീഷണിയെ ഔദ്യോഗികമായി അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ പാരിതോഷികം എങ്ങനെ കൈമാറുമെന്നോ ഇതിന്റെ പ്രവർത്തന രീതി എന്താണെന്നോ ഉള്ള വിവരങ്ങളും ലഭ്യമായിട്ടില്ല. അമേരിക്കയും ഇറാനും സഖ്യകക്ഷികളും തമ്മിലുള്ള ശത്രുത മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം. അമേരിക്കൻ പ്രസിഡന്റിനെതിരായ ഭീഷണിയെ ചൊല്ലി അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇപ്പോൾ വലിയ ചർച്ചകളാണ്. റഷ്യൻ മാധ്യമങ്ങൾ ഇത്തരം ഭീഷണികൾക്ക് പ്രചാരം നൽകുന്നതിനെതിരെ ചില അമേരിക്കൻ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ രംഗത്തുണ്ട്. അതേസമയം വൈറ്റ് ഹൌസോ അമേരിക്കൻ അധികൃതരോ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കറുത്ത ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ഭീമൻ പരസ്യ ബോർഡ് മധ്യ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. US-ഉം ഇറാനും തമ്മിലുള്ള ശത്രുത കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പേർഷ്യൻ ഭാഷയിലും ഒപ്പം ഇംഗ്ലീഷിലും ഞങ്ങൾ ട്രംപിനെ കൊലപ്പെടുത്തും എന്ന ഭയപ്പെടുത്തുന്ന സന്ദേശവും ഇതിലുണ്ട്. ടെഹ്റാനിലെ പ്രശസ്തമായ MK ലോബ് സ്ക്വയറിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണുകളും വായും അടച്ച് കൈകൾ ചുവന്ന ടൈക്ക് മുകളിലായി നെഞ്ചോട് ചേർത്ത് പാദങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച നിലയിലാണ് ഇതിൽ ട്രംപിനെ ചിത്രീകരിച്ചിരുന്നത്. ഒരു ശവസംസ്കാര ചടങ്ങിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രീകരണം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമനയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ സാധാരണ ഉപയോഗിക്കാറുള്ള കറുത്ത കോൺക്രീറ്റ് നിർമ്മിതി ഒരു ശവപ്പെട്ടിയുടെ ആകൃതിയിൽ ക്രമീകരിച്ചാണ് ട്രംപിനെ ഇതിനുള്ളിൽ കിടത്തിയിരിക്കുന്നത്. ഈ ബോർഡിൽ മിനാബിലെ കുട്ടികളുടെ ഓർമ്മയ്ക്കായി എന്നും എഴുതിയിട്ടുണ്ട്. നിലവിലുള്ള സംഘർഷത്തിനിടയിൽ ഫെബ്രുവരി 28-ന് ആക്രമിക്കപ്പെട്ട ദക്ഷിണ ഇറാനിലെ മിനാബ് നഗരത്തിൽ ഒരു പ്രൈമറി സ്കൂളിനെ സൂചിപ്പിച്ചാണ് ഈ വരികൾ. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായ സമയത്താണ് ഈ പരസ്യ ബോർഡ് വന്നിരിക്കുന്നത്. വടക്കൻ മേഖലയിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടും ഇറാന്റെ മേലുള്ള കപ്പൽ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചൊരു കപ്പലിനെ ലക്ഷ്യമിട്ടുകൊണ്ടും US തങ്ങളുടെ സൈനിക നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. US പ്രസിഡന്റിനെ വധിക്കാൻ ഇറാൻ പുതിയ ഗൂഢാലോചന നടത്തുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പ്രകാരം ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി കാണിക്കുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇസ്രായേൽ അമേരിക്കയുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രംപിന്റെ വിധി എന്താണ് എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ലോകം. ട്രംപ് വന്നതിന് ശേഷമാണ് പശ്ചിമേഷ്യയിൽ ഇത്രയധികം സംഘർഷമുണ്ടായതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് യുദ്ധമുണ്ടാക്കുന്ന ഒരു യുദ്ധക്കൊതിയനാണ് ട്രംപ് എന്നത് തള്ളിക്കളയാനാകില്ല എന്നതും പൊതുസമൂഹത്തിൽ ഉയരുന്ന അഭിപ്രായം തന്നെയാണ്. എന്തൊക്കെയായാലും ശരി, ഒരു മനുഷ്യൻ ഇല്ലാതായി കാണാൻ ആരും ആഗ്രഹിക്കുകയില്ല. പക്ഷെ കയ്യിൽ ഇരിപ്പ് മോശമാണ് എങ്കിൽ ഇത്തരം ഭീഷണികൾ വരുമ്പോൾ തീർച്ചയായും അത് നടപ്പിലാക്കാൻ ആ രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തും സംഭവിക്കാം എന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.